ഹായ് ഹലോ, ഇനി നമുക്ക് നല്ലൊരു പയറുപ്പേരി ഉണ്ടാക്കിയാലോ? ഫേസ്ബുക്കിൽ പയറുപ്പേരി ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഫേസ്ബുക്കിൽ അല്ലാതെ പിന്നെ വാട്സപ്പിൽ പോയി പയറുപ്പേരി ഉണ്ടാക്കാൻ പറ്റും കുട്ടികളെ? ഇല്ലല്ലോ, ഫേസ്ബുക്കിലല്ലേ പയറുപ്പേരി ഉണ്ടാക്കണ്ടേ? അപ്പോൾ നമ്മൾ പയറുപ്പേരിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ധാരാളം ഗുണങ്ങളുണ്ട്. ഞാനിപ്പോൾ 2 ദിവസമായിട്ട് കേട്ടോ യൂട്യൂബിലല്ല ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എന്തായിട്ട് ആദ്യം ഉണ്ടാക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇവിടെ പയറുപ്പേരിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ പയറുപ്പേരിയോട് നിങ്ങളെല്ലാവരും സഹകരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വീഡിയോ തുടങ്ങുന്നത്. ഫേസ്ബുക്കിലുണ്ടാവും, യൂട്യൂബിലുണ്ടാവും. എൻ്റെ ചാനലിൻ്റെ പേര് എല്ലായിടത്തും ഒന്ന് തന്നെയാണ്, നിശ്ചയം വ്ളോഗ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഉണ്ടാക്കി നോക്കാന്നാണ് പറയാനുള്ളത്. ഞാൻ കഴിച്ചു പിടിച്ചിക്ക ചരിയ കൊടുത്തത്. അപ്പൊ അമീൻ്റെ കട്ടിങ് ആണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരു സഹായം വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞപ്പോ എൻ്റെ കുട്ടി പൊയ്ക്കളുടെ നോക്കണം. അത് പത്ത് ചെറുതായി, നുച്ചിനിയായി. കുറച്ചും കൂടി വലുതാക്ക്. ആ, എൻ്റെ കുട്ടിക്ക് അറിയട്ടോ കട്ട് ചെയ്യാനൊക്കെ. അമീൻ കുട്ടിക്ക് കുറച്ചുകൂടി വലുതാക്കിക്കോ. ചെറുതായ ടേസ്റ്റാണ്, പക്ഷെ എനിക്ക് ചെറുതാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ടൈം നമുക്ക് കുറെ വേസ്റ്റ് അവിടെ കുട്ടാ ആണ് പറയാം. കണ്ണ് തുറന്നു എരിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ നിങ്ങൾക്കറിയില്ല. കണ്ണ് എരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ കണ്ണുപോലെ അടച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പം ലൈവ് വീഡിയോ അല്ലാത്തതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഞാനിവിടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഉണ്ട് എന്നാണ് പറയാനുള്ളത്. ലൈവിൽ മാത്രമേ അല്ലാത്തതുള്ളൂ. എന്തുകൊണ്ട് ലൈവ് ഇടുന്നില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നി ലൈവ് എന്താ പറയുക, ലൈവ് വേണ്ട തൽക്കാലികം. ലൈവ് എടുക്കൂട്ടോ ഞാൻ ഇൻഷാല്ലാ. കുറേ ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ നമുക്ക് കരിയേപ്പിൻ്റെ ഉള്ളിപ്പിച്ചിട്ട് കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ഇട്ടുള്ളൂ. ആദ്യം തന്നെ ഉള്ളി കട്ട് ചെയ്തുകൊണ്ട് കണ്ണൊക്കെ ആകെ കൊളായി. ഉള്ളിയൊക്കെ കഴുകിയിട്ടാണ് കട്ട് ചെയ്തുകൊണ്ടുവന്നത്. ഇതുപോലൊരു ചട്ടി വാങ്ങണമെങ്കിൽ വാങ്ങിക്കൊള്ളിട്ടാണ്. ഞാൻ അഫിലിയേറ്റ് ലിങ്ക് ടാഗ് ചെയ്യാൻ ഉൾപ്പെടുത്താൻ അടുത്ത ദിവസം മുതൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ഫ്രഷ് ആണെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ചാനും പറ്റുട്ടോ. ഇങ്ങനെ പൊട്ടിച്ചെടുത്താലും നല്ലതാണ്. പയറുപ്പേരി ഉണ്ടാക്കിയാൽ ഇങ്ങനെ പൊട്ടിച്ചെടുത്താണ്ട് പണ്ടുള്ള ആളുകളൊക്കെ ഉണ്ടാക്കാറുള്ളത്. ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ അറിയാത്ത ആരല്ലേ ഉള്ളത്, എല്ലാവർക്കും അറിയാം. എന്നാലും എന്ത് ചെറിയ ഐറ്റം ഉണ്ടാക്കുമ്പോഴും നമ്മൾ നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അത് ഇനി എന്ത് ചെറിയ ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിലും അത് ടേസ്റ്റോട് കൂടി ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ പയർ നമ്മൾ കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഫസ്റ്റ് എടുത്തു വെച്ചതെന്ന് ചോദിച്ചാൽ എടുത്തുവെച്ചു. അപ്പോൾ നമുക്ക് നേരെ പയറിൻ്റെ വീഡിയോയിലേക്ക് ഒറ്റയ്ക്ക് പോവാം. ഇനി നമുക്ക് ഇത്ര പയർ നുറുക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വീഡിയോയുടെ സ്റ്റെപ്പാക്കി ലോങ്ങായി. അപ്പം അതന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണം, ഞങ്ങൾ കിളുമ്പി ഉണ്ടാക്കണതിന് പ്രശ്നം ഉണ്ടാവും. പക്ഷെ അമ്മക്ക് തിന്നാളാണ്. അപ്പോൾ കുറേ ആൾക്കാരുടെ വീഡിയോക്ക് വൃത്തിയില്ല ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം വൃത്തിക്കനെയാണ് ഉണ്ടാക്കുന്നത്. പച്ചക്കറിയൊക്കെ നല്ലോണം കഴിക്കുക എന്നാണ് ഈ നിമിഷത്ത് പറയാനുള്ളത്. വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ മരുന്നിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ഇത് 4-5 പ്രാവശ്യം കഴുകി എടുക്കുക. അപ്പോൾ നമ്മൾ പയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുയ്ക്കളുണ്ടെങ്കിൽ ഒരു പേടിയും പേടിച്ചിട്ടുണ്ട. പുയ്ക്കളെ തിന്നാലും പ്രശ്നമല്ല. പുയ്ക്കളില്ല പയറിൽ മരുന്ന് ഇട്ടിട്ടില്ലാന്നും പുയ്ക്കളില്ലാത്ത പയറിൽ മരുന്ന് ഇട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുയ്ക്കളെ തിന്നാലും വലിയ പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. അതുപോലെ പുയ്ക്കളില്ലാത്ത പയർ തിന്നുമ്പോൾ നല്ലോണം കേക്കി തിന്നണം. ഏത് കേക്കി തിന്നണം എന്നതാണ് പറയുന്നത്. ഓൻ വിത്ത് കുഴിച്ചിടാൻ പോവാണ് കേട്ടോ. ഹായ് പ്രിയപ്പെട്ടവരെ, അടുക്കളയിൽ നിന്ന് ഞാൻ എടുക്കുന്ന വീഡിയോക്ക് ഇത്ര ക്വാളിറ്റി എത്ര ക്ലിയറേ ഉണ്ടാവുള്ളൂ. ഈ ക്ലിയർ വെച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടുകൂടി പയറുപ്പേരിയുടെ വീഡിയോയിലേക്കാണ് സ്വാഗതം ചെയ്യുന്നത്. പയറുപ്പേരിയൊക്കെ ഒരു വീഡിയോ എടുക്കാൻ മാത്രം ഉണ്ടോയെന്ന് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും. എന്നാലും നമ്മൾ വെറുതെ എടുത്തിട്ട് വെറുതെ വീഡിയോ എടുക്കല്ലോ. നമ്മളൊരു ഉപ്പേരി ഉണ്ടാക്കണം, അത് നല്ല രീതിക്ക് എന്തായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കരുതെന്നുള്ള അഭിപ്രായത്തോട് യോജിക്കണവരാണെങ്കിൽ ഒരു കമൻറ്റ് ഒരു ലൈക്കും തരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇനി ഇതിൻ്റെ പൂർണ്ണ സജ്ജീകരണം ഉണ്ടാകും ഇൻഷാല്ലാ. ഇതുപോലെ ചെറിയ ഐറ്റം കാണിച്ചുകൊണ്ടായിരിക്കും ഞാൻ മുന്നോട്ട് പോവുക. പയറുപ്പേരിയൊക്കെ നിങ്ങൾ നിസ്സാരമായാണോ കണ്ടത്? സോറി, തെറ്റിപ്പോയി. നിങ്ങൾക്ക് പയറുപ്പേരി നിസ്സാരമായിട്ട് കാണേണ്ട ഒന്നല്ല. പയറിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നാരുകൾ അടങ്ങിയൊരു
പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് നമ്മൾ കഴിക്കേണ്ട ഒന്നാണ്. കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് പയറുപ്പേരിയാണെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ വിശ്വസിക്കുമോ ഇല്ലേന്ന് അറിയില്ല. ദഹന പ്രക്രിയ എളുപ്പമാക്കാനും എല്ലാത്തിനും എളുപ്പമാക്കാനും സഹായിക്കുന്ന ഒന്നാണ്. ദഹനം മെച്ചപ്പെട്ടാൽ തന്നെ കുട്ടികളൊക്കെ എല്ലാവർക്കും നല്ലതാണ്. ദഹനക്കേടാണല്ലോ പല അസുഖങ്ങൾക്കും കാരണം. അതുകൊണ്ട് ദഹനക്കേട് ഇല്ലാതാക്കണം. നല്ലൊരു അടിപൊളി ഐറ്റാണ് പയറ്. അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ പയറുപ്പേരി ഉണ്ടാക്കി കൊടുക്കുക. എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ അത് കുട്ടികൾ തിന്നില്ല. ഉണ്ടാക്കി കൊടുക്കണം, നല്ല കോലം പോലെ ഉണ്ടാക്കി കൊടുത്താൽ നമ്മൾ കുട്ടികൾ തിന്നാം. അതുകൊണ്ട് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ കുട്ടികൾക്കൊരു ഫ്രൈ പരുവത്തിലാണ് ഇത് റെഡിയായി കിട്ടുക. അപ്പോൾ നമുക്കിത് ഉപ്പിടട്ടോ. ഈ ചട്ടി ഒരു മുതലാണ്. 2 ദിവസത്തിനുള്ള ഉപ്പേരി ഉണ്ടാക്കിയിരിക്കണ ഞാൻ. ഉപ്പിടാം. ഇട്ടിട്ടുണ്ട്. നല്ലോണം ഇളക്കി എടുക്കുക. വെള്ളം വലിയണം. നമുക്ക് അടച്ചേക്കണമെങ്കിൽ അടച്ചേക്കണ്ടെങ്കിൽ അടച്ചേക്കണ്ട. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ഞാൻ അടച്ചേക്കണില്ല. എനിക്കിത് കണ്ടുകൊണ്ടിരിക്കണം, ഈ പച്ചപ്പ്. എന്നാലും എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഈ പച്ചപ്പുള്ള സാധനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നിട്ട് തിന്നണം. എന്നാലും എനിക്ക് ഇഷ്ടപ്പെടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത് അടച്ചേക്കാത്തത്. പയറുപ്പേരി ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോകും. ഡ്രൈ പരുവത്തിലും ഫ്രൈ പരുവത്തിലാണ് പയറുപ്പേരി ഉണ്ടാക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തിയാൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനത് ഓർമ്മപ്പെടുത്തും. പയറുപ്പേരിക്ക് ആ ഒരു പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവലാണ്. ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുക ഉണ്ടല്ലോ. അതും കുട്ടികൾ ചോറ് തിന്നാണ്ടല്ലോ, അതൊരു വേറെ ലെവലാണ് കുട്ടികളെ. അതിപ്പോൾ ഏതാണ്ട് സെറ്റ്. നമ്മുടെ ശരീരത്തിൽ അയണിൻ്റെ കുറവ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പ് ചട്ടിയിലാണ് നമ്മൾ പാചകം ചെയ്യേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇരുമ്പ് ചട്ടിയാണ് ഏറ്റവും നല്ലത്. രക്തക്കുറവുള്ളവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനും ഇരുമ്പ് ചട്ടിയാണ് നല്ലത്. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ക്യാൻസറിന് കാരണമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ പയറുപ്പേരിയും കൂട്ടി ചോറ് കഴിക്കാൻ പോവുകയാണെങ്കിൽ കുറേ കൂട്ടാനും കുറേ ഇതൊന്നും വേണ്ട. നമുക്ക് ചോറുന്നാണെങ്കിൽ എനിക്ക് ഒരൊറ്റ ഉപ്പേരി ഉണ്ടായാൽ മതി. അത് നല്ലപോലെ ഉണ്ടാക്കിയിട്ട് തിന്നാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റികരം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നാണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ചോറ് വിളമ്പിയിട്ട് ചോറ് കഴിക്കാൻ പോവല്ലേ. നമ്മളെ റേഷനരി ചോറാണ് നമുക്കുള്ളത്. അത് വിളമ്പുക, ഇതുപോലെ വിളമ്പിയെടുക്കുക. ഇനി എങ്ങനെ ചോറ് കഴിക്കലെന്ന് കൂടി ഞാൻ നല്ലൊരു ഉപ്പേരി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ നമുക്ക് കഴിയണം. കുറേ കറി, കുറേ കൂട്ടാൻ, കുറേ ഇറച്ചി, മീൻ എന്നുള്ളതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ല പ്രോട്ടീൻ അടങ്ങിയ അടിപൊളി പയറുപ്പേരി, നാരുകളടങ്ങിയ ദഹനത്തിനെ എളുപ്പമാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ പയറുപ്പേരി നമ്മൾ ചോറ്റിൻ്റെ അരിപ്പും കുറച്ചിട്ടെടുക്കാം. ചോറിൻ്റെ നടുവിലേക്ക് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് ഇട്ടെടുക്കാം. ഇന്നുണ്ടല്ലോ ഇതെങ്ങനെ കഴിക്കലേ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാമെന്ന്. ഇത് നല്ല ടേസ്റ്റിലാണ് ഞാൻ ഉണ്ടാക്കിയത്. നല്ല ചൂട് ആവി പറക്കണതാണ്. നല്ലോണം തിന്നോളി. പയറുപ്പേരി അല്ലേ. അപ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് ഇങ്ങനെ കുഴക്കന്നെ ചോറിൻ്റെ ഒപ്പം. നല്ല ചൂട് ചോറും നല്ല ചൂട് ഉപ്പേരിയാണ് കേട്ടോ. ഇതിൽ കുഴച്ചിട്ടുണ്ടല്ലോ തിന്നാണ്ടല്ലോ വേറെ ടേസ്റ്റാണ്. നിങ്ങൾക്ക് അറിയുന്നില്ല. ഇതിൽ ഇറച്ചി മീനൊന്നും വേണ്ട. നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിക്കാൻ പറ്റും. വേറൊരു ഉപ്പേരി വേണ്ട. ഇതിൻ്റെ വലത് കൈയാണ്, ഇതിൻ്റെ ഇടത് കൈയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ സെൽഫി വീഡിയോ എടുക്കുമ്പോൾ, സെൽഫി പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ക്യാമറ ഇങ്ങോട്ട് തിരിച്ച് വീഡിയോ എടുക്കുമ്പോൾ ഇടത് കൈ വലത് കൈ ആയിട്ടും തോന്നും, വലത് കൈ ഇടത് കൈയായിട്ടും തോന്നും. അത് നിങ്ങളെ തോന്നലാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കാരണം ഈ തെറ്റിദ്ധാരണകൾ നമ്മൾ പലതും തിരുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ട് നമുക്ക്. അതുകൊണ്ടാണ് തിരുത്തി പോണത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിലേക്കൊരു തൈരും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ. വേറെ ഒന്നും വേണ്ട. തൈരുണ്ടല്ലോ, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, തൈര് അല്ലെങ്കിൽ മോരിലേക്ക് ചതച്ചത് ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് പച്ചമുളകും ചതച്ചങ്ങോട്ട് തിന്നാണ്ടല്ലോ വേറെ ലെവലായി കരം. എൻ്റെ അടുത്ത് തൈരില്ല കേട്ടോ. തൈരും കൂടി ഉണ്ടെങ്കിൽ വേറെ ലെവലായി കരം. എനിക്ക് തൈരൊന്നും വേണ്ട, ഇതന്നെ മതി എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അതുവരേക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ, സി യു, ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. ഇവിടെ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെട്ടത് പയറുപ്പേരി ഇതുപോലെ ഉണ്ടാക്കിയ ഇവിടെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്.
ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഓക്കെ, നിങ്ങളും ഉണ്ടാക്കി നോക്കാം. ബായ്.